തിരുവനന്തപുരം കഴക്കൂട്ടത്തെ 4 വയസ്സുകാരന്റെ കൊലപാതക കേസിൽ പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യാനായി കോടതിയിൽ പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. അതേസമയം തന്നെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിട്ടുള്ള 4 വയസ്സുകാരന്റെ മൃതദേഹം ഗിൽദറിന്റെ അച്ഛനും ബന്ധുക്കളും എത്തിയാൽ വിട്ട് നൽകും. വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുകയാണ്. പ്രജിത്ത്, 4 വയസ്സുകാരന്റെ കൊലപാതകം ശരിക്കും പറഞ്ഞാൽ വല്ലാത്ത സങ്കടത്തിലാക്കിയ അതിക്രൂരമായ കൊലപാതകം. എന്തായാലും പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതിന്റെ ആവശ്യകത ഉണ്ട്. ഈ കേസിൽ കൂടുതൽ വ്യക്തത തേടേണ്ടതുണ്ട്. അതിനായി പ്രതിയെ ഇന്ന് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഒപ്പം തന്നെ ഈ കുഞ്ഞിന്റെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സൂക്ഷിച്ചിട്ടുള്ളത്. അവിടെ മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുള്ള മൃതദേഹം 4 വയസ്സുകാരന്റെ മൃതദേഹം ഗിൽദറിന്റെ അച്ഛനും ബന്ധുക്കളും എത്തിയാൽ വിട്ടു നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പ്രജിത് മോഹനുണ്ട്. പ്രജിത്ത്, ഞാൻ പറയുകയായിരുന്നു, വളരെ ക്രൂരമായ കൊലപാതകമാണ്. 4 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയാണ് കൊല്ലപ്പെട്ടത്. എന്തായാലും ഈ കേസിൽ കൂടുതൽ വ്യക്തത തേടുകയാണ് പോലീസ്. പ്രതിയെ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങാനാണ് തീരുമാനം, അല്ലേ? കഴക്കൂട്ടത്തെ 4 വയസ്സുകാരന്റെ കൊലപാതകത്തിൽ പ്രതി യാസിൻ ഖാദരി ഇപ്പോൾ റിമാൻഡിലാണ്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുന്നതിനുള്ള കസ്റ്റഡി അപേക്ഷ കഴക്കൂട്ടം പോലീസ് ഇന്ന് ആറ്റിങ്ങൽ കോടതിയിൽ സമർപ്പിക്കും. കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങളിൽ അതിന്റെ കൂടുതൽ വ്യക്തത വരുത്തുക, അതോടൊപ്പം തന്നെ കൊലപാതകത്തിൽ അമ്മയടക്കമുള്ളവർക്ക് പങ്കുണ്ടോ എന്നിവരടക്കം കൂടുതൽ വിവരങ്ങൾ പ്രതിയിൽ നിന്ന് ചോദിച്ചറിയുകയാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. കൊലപാതക ദിവസം നടന്ന സംഭവങ്ങളെക്കുറിച്ചും പ്രതിയിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ ചോദിച്ചറിയണമെന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട്. അമ്മയോട് തോന്നിയ വൈരാഗ്യത്തിലാണ് കൊലപാതകമെന്ന് പ്രതി മൊഴി നൽകിയിരുന്നത്. പക്ഷേ ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അറിയണമെന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രതിക്കപ്പുറത്തേക്ക് അമ്മയടക്കമുള്ളവർക്ക് ഇതിൽ ബന്ധമുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധന നടക്കും. എന്തായാലും കഴക്കൂട്ടത്തിൽ ഈ പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ഈ ഗിൽദറിന്റെ മരണം കൊലപാതകമാണെന്ന് കണ്ടെത്തിയിരുന്നു. ഈ കണ്ടെത്തലിന് ആക്കം കൂട്ടുന്ന തെളിവുകളുമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ലഭിച്ചത് എന്നുള്ളതാണ് പറയുന്നത്, അല്ലെങ്കിൽ അത് കണ്ടെത്തൽ വന്നിട്ടുള്ളത്. എന്തായാലും കഴിഞ്ഞ ദിവസം അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷമാണ് കോടതിയെ ഹാജരാക്കിയ പ്രതിയെ ഇന്ന് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങുന്നത് എന്നുള്ളതാണ്. അതേസമയം ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം അത് കുട്ടിയുടെ പിതാവും ബന്ധുക്കളും ഒക്കെ എത്തിയാൽ വിട്ടു നൽകണം എന്നുള്ള ഒരു തീരുമാനത്തിലുമാണ് പോലീസ് ഉള്ളത്. ഭർത്താവുമായി പിണങ്ങി ആലുവയിൽ നിന്നെത്തിയ മുന്നി ബീഗം 2 ആഴ്ച മുമ്പാണ് 1.5 വയസ്സുള്ള ഈ കുഞ്ഞുമായിട്ടൊക്കെ രണ്ടാമത്തെ കുഞ്ഞിനെയും ഗിൽദറിനെയും കൂട്ടി കഴക്കൂട്ടത്തെ ലോഡ്ജിൽ എത്തിയത് എന്നുള്ളതാണ്.